വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവല്ലേ ഞാനെൻ്റെ ഒരു വ്ളോഗൊന്നും എടുക്കാതെ. സത്യം പറഞ്ഞാൽ നല്ല മഴയാണ്, പിന്നെ എവിടേക്കും പോകുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു കടമായിരുന്നു, അതായത് ഒരു നേർച്ച. അതായത് നമ്മൾ ആദ്യം പോകേണ്ടതായിരുന്നു ഈ ഒരു അമ്പലത്തിൽ, എന്നിട്ട് വേണമായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പറശ്ശിനിയിലേക്ക് പോകേണ്ടത്. കാരണം നമ്മൾ അടുത്തുള്ള അമ്പലത്തിൽ വിസിറ്റ് ചെയ്തിട്ടില്ലേ നമ്മൾ അങ്ങോട്ടേക്ക് പോകൽ. അങ്ങനെയായിരുന്നു എന്നും ചെയ്യൽ. പക്ഷേ ഒരു മുടക്കം സംഭവിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നാൽ ഇന്നൊരു വ്ളോഗായിട്ട് എടുക്കാം. പിന്നെ സാവീന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സാവി ഇപ്പോൾ, അതായത് ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ 2-3 ആളാണ് കേട്ടോ. സാവിയായിട്ട് എന്താ വ്ളോഗ് ചെയ്യാതെ, സാവിയായിട്ട് എന്താ വ്ളോഗ് ചെയ്യാം. ഞാൻ വിചാരിച്ചു എന്നാൽ സാവിയായിട്ട് വ്ളോഗ് ചെയ്യാം. അപ്പോൾ ഞാൻ പോകാനുള്ള പുറപ്പാടിലാണ്. ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അച്ഛനിതാ വാതിലൊക്കെ പൂട്ടി മീൻസ് അടച്ചു. എൻ്റെ കണ്ണൂർ ഭാഷയാണ്, സോറി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല മഴയായിരുന്നേ ഇന്നത്തെ ദിവസം. ഞങ്ങൾ പിന്നെ സമയം നോക്കിയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ സമയം നോക്കിയിട്ടൊക്കെ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്. എന്നാൽ നല്ലൊരു വിശേഷ ദിവസമായിട്ട് തന്നെയാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ കൺഷ്യനോട് പിന്നെ സമയമൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ സമയം നോക്കിയിട്ട് അമ്പലത്തിൽ പോകുന്നതിന് എന്തെങ്കിലും ഒരു വിശേഷം കാണുമല്ലേ, ആ വിശേഷത്തിന് തന്നെയായിരുന്നു പോയത്. അതിൽ സാവിയുണ്ട് ചോറ് കൊടുക്കൽ. അതായത് സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ പറശ്ശിനിയിൽ, ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ പറശ്ശിനിയിൽ പോകുന്നതിന് മുന്നേ പോകേണ്ടതായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്നൊരു മുടക്കം സംഭവിച്ചിട്ടാണ്, മറന്നു പോയതൊന്നുമല്ല. രണ്ടും ഒരു ദിവസം നടക്കില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ ഇതൊരു വേറെ ദിവസത്തേക്ക് മാറ്റം. അങ്ങനെ ഞങ്ങളുടെ പിന്നെ നാട്ടിൽ തന്നെയുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്, ഞങ്ങൾ ലാൻഡ്മാർക്ക് കൊടുക്കുന്ന അമ്പലമാണ് ശ്രീ പാമ്പാടി ആലങ്കി ക്ഷേത്രം. അപ്പോൾ അവിടേക്കാണ് പുറപ്പെടുന്നത്. കാരണം എന്ന് വെച്ചാൽ സാവിക്ക് ഇവിടെയും കൂടി ഫുഡ്, അതായത് ചോറ് കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞിട്ടുമുണ്ട് ഞങ്ങൾക്ക്. പിന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പലമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് സാധിക്കുമല്ലേ. അപ്പോൾ അതിനായിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഞാൻ പറഞ്ഞിട്ടില്ല 2 മിനിറ്റ് പോലും ദൂരം ഉണ്ടായില്ല. അത്രയും അടുത്താണ് ഈ അമ്പലം. അപ്പോൾ ഈ ഉത്സവത്തിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആ സമയം പ്രസവിച്ച ടൈമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്തെങ്കിലും പോകണം എന്നുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതാണ് ടെമ്പിൾ കേട്ടോ. ഞങ്ങൾ ആ കവാടത്തിൻ്റെ ഉള്ളിലൂടെയാണ് പോകേണ്ടത്. നല്ല എന്താ പറയുക, അത്രയും ഞങ്ങളുടെ നാട്ടിൽ നല്ല ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നാഗപ്രതിഷ്ഠ എല്ലാ ഒറിജിനലായിട്ടുള്ള എന്നെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ നാഗത്തിൻ്റെ എല്ലാ ദോഷപരിഹാരങ്ങളും ചെയ്യുന്നൊരു അമ്പലമാണ്. അതുകൊണ്ട് തന്നെ പെരളശ്ശേരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടേക്കാണ് വരുന്നത്, നാഗദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളവിടെ എത്തി കേട്ടോ. അപ്പോൾ മഴ ഞങ്ങളെ വിട്ടിട്ടേ ഇല്ല. കാരണം നല്ല കനത്ത മഴയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം എന്താ പറയുക, ചിന്നി അങ്ങനെയല്ല ഞങ്ങൾ പറയുക, ചിന്നി മിന്നി പെയ്യുന്ന മഴയായിരുന്നു ഉണ്ടായിരുന്നത് അന്നേ ദിവസം. പിന്നെ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ കാണുമ്പം തോന്നുന്നതെന്ന് വെച്ചാൽ, അതായത് ഗുരുവിൻ്റെ പിന്നെ സ്ഥാനം മാറ്റിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ട്. അതായത് ഗുരുവിൻ്റെ ആ ഒരു മാറ്റി പണിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഗുരുവിനെ തൊട്ട് വണങ്ങിയിട്ട് വേണം നമ്മൾ ഈ അമ്പലത്തിലേക്ക് അടക്കാൻ. അപ്പോൾ ഗുരുവിനെ തൊട്ട് ഇപ്പുറം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിഷ്ഠാകർമ്മമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗുരുവിനെയാണല്ലേ തൊട്ട് വന്ദിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഗുരുവിനെയാണ് ഫസ്റ്റ് വന്ദിക്കേണ്ടത്. അപ്പോൾ ഞാനുണ്ട് കേട്ടോ. അവനൊക്കെ എന്നെ ഷൂട്ട് ചെയ്യാനൊന്നും ആരുമില്ല. അപ്പോൾ അച്ഛനും അമ്മേനെയും ഞാനിങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ സാവിക്കൊന്നും മനസ്സിലാവില്ല. സാവി വിചാരിക്കുന്ന എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. സാവി ഭയങ്കര എന്താ പറയുക, ക്യൂരിയോസിറ്റിയിലാണെന്ന് തോന്നുന്നു കേട്ടോ. സാവിനെ ചോദിച്ച ഒരുപാട് ആളുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ചടങ്ങ് സത്യത്തിൽ ഞങ്ങൾ പറശ്ശിനിയിൽ കൊടുത്തെങ്കിലും ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ അമ്പലമായിട്ട് എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് സാധിക്കണം. അതൊരു കടമായിട്ട് ഒരിക്കലും വെക്കാൻ പാടില്ല. എനിക്ക് നല്ല വിശ്വാസമാണ്, അതുകൊണ്ടാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടുത്തെ തൊഴുവൊക്കെ ചെയ്തു. പിന്നെ നെക്സ്റ്റ് വന്ന് ഞങ്ങൾ വരുമ്പോഴത്തേക്കന്നെ പൂജാരി ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കർമ്മങ്ങളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ഉണ്ടാവില്ല. അന്നേ ദിവസം എന്ന് പറഞ്ഞാൽ മിഥുനമാസത്തെ അവസാനത്തെ ഒരു മുഹൂർത്തമാണ്. അതായത് നല്ല സമയം നോക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഇതുവരെ എന്താ പറയുക, പിന്നെ കർക്കിടം തുടങ്ങി. കർക്കിടത്തിൽ ചോറോ അല്ലെങ്കിൽ കല്യാണം അങ്ങനത്തെ വിശേഷ കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ, അതായത് ഈ മാസത്തെ അവസാനത്തെ ഒരു നല്ല ടൈമിലാണ് ഞങ്ങൾ ഈ ഒരു ചടങ്ങ്, അതായത് ഈ ഒരു വിശേഷം കുറിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് എന്താ പറയുക, അവിടുത്തെ എന്താ പറയുക, നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുമ്പോൾ അവിടെ ആരും, ഇവിടെ അമ്പലത്തിൽ വൈകുന്നേരമാണ് കേട്ടോ ആൾ കൂടുതലുണ്ടാവൽ.
അപ്പോൾ നമുക്കിനി ആ ഒരു ചടങ്ങിലേക്ക് നോക്കാമല്ലേ. സാവിക്ക് ചോറ് കൊടുക്കുന്നത് റെഡിക്ക് കാണാം. അന്ന് പറശ്ശിനിയിൽ നല്ല തിരക്കിലായിരുന്നു, പക്ഷേ ഇവിടെ നല്ല രീതിയിൽ സമാധാനത്തിൽ തൊഴുതിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കാണാനും പറ്റി, സാവിക്ക് നല്ലോണം ഉണ്ണാനും പറ്റി. അങ്ങനെ ആ ഒരു ചടങ്ങ് അല്ലേ, ആ ഒരു കടം ഞങ്ങൾ നിർവഹിച്ചു അല്ലേ. അത് ഒന്നും ബാക്കി വെച്ചില്ല, അത് കഴിഞ്ഞു. അപ്പോൾ സാവി അടിപൊളി ഉഷാറായിട്ട് കഴിച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ അവന് പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു പ്രായത്തിലാണോ അല്ലെങ്കിൽ ഇനി അങ്ങോളം ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല, എന്നാലും ആൾ നല്ലോണം കഴിച്ചിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ ഫുൾ വെള്ളമായിരുന്നു. അറിയാലോ ഇപ്പോഴത്തെ കാലാവസ്ഥ, മഴ ഒക്കെ ഒന്നും പറയേണ്ട, നല്ല വെള്ളത്തിലായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയം സാവി നല്ല പനിയിലാണ്. കാരണം ഈ ഒരു ചടങ്ങിന് ശേഷം 2 ദിവസത്തിന് ശേഷം പിന്നെ അവന് പനി നിന്നിട്ടില്ല ഗൈസ്, ഇപ്പോഴും പനിച്ച് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് സാവിനെ ആലോചിച്ചിട്ടുള്ള ടെൻഷനിലാണ് വീഡിയോ ഒക്കെ ലേറ്റായത്. ഈ വീഡിയോ മുന്നേ ഇടേണ്ടതായിരുന്നു, കാരണം ഇത് എടുത്തിട്ട് തന്നെ 3-4-5 ഒരാഴ്ച കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, മിഥുന മാസത്തിലെ അവസാനത്തെ ആ ഒരു എന്താ പറയുക, കർക്കിടകം തുടങ്ങിയിട്ട് ഇപ്പം തന്നെ എത്രയോ ആയില്ലേ. അപ്പോൾ എടുത്തിട്ട് തന്നെ കുറച്ച് ദിവസമായി. അപ്പോൾ വളരെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം സാവീൻ്റെ പനി ഒട്ടും കുറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. പിന്നെ റീൽസ് ഇടുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. റീൽസ് എന്ന് പറഞ്ഞാൽ മുന്നേ എടുത്ത് വെച്ച റീൽസാണ് ഇങ്ങനെ ഇടുന്നത്. പിന്നെ നമ്മളവിടെ ചുറ്റും ഒക്കെ തൊഴുതു. അച്ഛനാട്ടോ വീഡിയോ എടുത്തിരുന്നത്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു ലൈറ്റൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പർക്ക് തീരെ അറിയില്ല. അപ്പോൾ ആ ഒരു ലൈറ്റ് എഫക്റ്റ് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ടാവും അല്ലേ. കാരണം പുറത്ത് നല്ല വെളിച്ചം പോലെയല്ലേ തോന്നുന്നത്. ഒന്നും മനസ്സിലാകുന്നില്ല, കാരണം അച്ഛനറിയില്ല, അതാണ് സംഭവം. എനിക്ക് പിന്നെ ആരും എടുത്തരാനൊന്നും ഇല്ല, വേറൊരാളൊന്നും ഇല്ല. പിന്നെ അവിടെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആ ഒരു അമ്പലത്തിൻ്റെ ഫുള്ള് മൊത്തത്തിലൊന്ന് കവർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നമ്മളെന്തെങ്കിലും കാണുമ്പോൾ ഫുള്ളൊന്ന് കാണാൻ ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാനൊന്ന് ക്യാപ്ചർ ചെയ്യാൻ പറഞ്ഞതാണ് അച്ഛനോട്. പുള്ളിക്കാരെ കർമ്മം നിർവഹിച്ചിന്, പക്ഷേ കുറച്ച് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. പിന്നെന്താ പറയാനല്ലേ, പിന്നെ ഈ അമ്പലം അഴീക്കലാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അഴീക്കൽ ശ്രീ പാമ്പാടി ആലിൻ കീഴ് ക്ഷേത്രം എന്നാണ് പറയുക. ഫേമസ് ആണ്. പിന്നെ അപ്പോൾ ഞാൻ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. നല്ല എന്താ പറയുക, നല്ല ശക്തിയുള്ള അമ്പലമാണ്. വിശ്വസിക്കുന്നവർക്ക് കേട്ടോ, വിശ്വസിക്കുന്നവരോട് മാത്രമാണ് പറയാനുള്ളത്. അല്ലാണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടൊന്നും പറഞ്ഞേക്കില്ല. എനിക്ക് വിശ്വാസം കുറച്ചുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എനിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് പ്രസാദം കിട്ടി. കാരണം സാവിക്ക് കൊടുത്ത ബാക്കി പ്രസാദം ഉണ്ടാവില്ലേ, അത് ഞങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഗൈസ് മഴേൻ്റെ പിന്നെ ഞങ്ങൾക്ക് ആ ഒരു സമയമില്ലേ, ആ ഒരു 9:30 to 10 o'clock അല്ലേ, ആ ഒരു സമയം നല്ല സമയമായിരുന്നേ. ശേഷം കൊടിയ മഴ, അത്രയും മഴ പെയ്തിരുന്നു. ഇപ്പം നോക്കുമ്പം എന്താ പറയുക, കാലാവസ്ഥ കുറച്ച് നോർമൽ, അതായത് നമുക്കൊരു എന്താ പറയുക കുറച്ച് ഇടവേള തന്ന പോലെ ആയിരുന്നു കാലാവസ്ഥേൻ്റെ കിടപ്പ്. കാരണം നമ്മൾ ആ സമയം നോക്കിയോണ്ടാണ്, സമയം നോക്കിയിട്ടാണല്ലോ ഈ ഒരു ചടങ്ങിലേക്ക് കടന്നുകൊണ്ടാണ് അത്രയും, എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കാം മേ ബി. അപ്പോൾ ഞാൻ ആ മെയിൻ ഒരു സ്ഥലത്തു നിന്നാണ് സാവിയോടൊപ്പം കളിക്കുന്നതല്ല, മീൻസ് അവനോടൊപ്പം ഒന്ന് ഫോട്ടോ എടുത്തതാണ് കേട്ടോ. ഞാൻ വിളിച്ചു വന്നാൽ പിന്നെ അവിടെ നിന്നൊരു വീഡിയോ എടുക്കാം. നല്ല ഹാപ്പി ആയിരുന്നു, നല്ല ഉഷാറായിരുന്നു, നല്ല സ്മാർട്ടായിരുന്നു. ഈ സ്മാർട്ടൊന്നും ഇപ്പം ഇല്ല, ആൾ നല്ല പനിയിലാണ്.
ഒന്നും പറയണ്ട ഗൈസ്, ഭയങ്കര എന്താ പറയുക, ആദ്യമായിട്ടാണ് സാവിക്ക് ഇതുപോലെ പനിക്കുന്നത്. സാരില്ല. അപ്പോൾ ഈ വ്ളോഗൊക്കെ ലേറ്റ് ആയതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ലോങ് വീഡിയോസ് കാണുന്ന ഒരുപാട് ആളുണ്ട്, സ്ഥിരം കാണുന്ന ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം. അപ്പോൾ ഗൈസ് മഴ ഏകദേശം കുറഞ്ഞു. ഇനി ഒരു ഗ്യാപ്പിൽ വേണം നമുക്ക് വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊരു 10 മിനിറ്റ് എന്തായാലും ഇരിക്കണം. നമ്മളെ കാര്യം മാത്രം നിർവഹിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് അങ്ങ് പോകാൻ പാടില്ല. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് എന്തായാലും ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇരുന്ന് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞ അമ്പലത്തിൽ ഞങ്ങളും പൂജാരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കാലാവസ്ഥയായാലും ആ ഒരു രാവിലെ ഈ ഒരു അമ്പലത്തിൽ ആൾ കുറവാണ്, വൈകുന്നേരമാണ് കേട്ടോ നല്ല ആൾക്കാരുണ്ടാകുന്നത്. അപ്പോൾ നല്ല ശാന്തമായ അന്തരീക്ഷം, നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു, നല്ല രീതിയിൽ സാവിക്ക് ചോറ് കൊടുത്തു. പറശ്ശിനിയിൽ നമുക്ക് ഇത്രയും ഫ്രീഡം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് നല്ല ഫ്രീഡമായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഇത് കൊടുക്കാൻ വരുന്ന നമ്മളും ആ പൂജാരി മാത്രമേ ഉണ്ടാവും. അപ്പോൾ നല്ല സമാധാനത്തിൽ ചോറ് കൊടുത്തു. അപ്പോൾ ഇനി പുറപ്പെടുന്നത് ഇപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ. കാലാവസ്ഥ നമുക്ക് വേണ്ടിയിട്ട് തോന്നുന്നു നല്ല വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. മഴ ഇതുവരെ പെയ്തിട്ടില്ല. നല്ല പച്ച പുല്ലെല്ലാം കൊണ്ട് നല്ല ഭംഗിയായി കേട്ടോ. ഈ ഒരു ചുറ്റുപാടൊക്കെ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ വീട് വയലിൻ്റെ ആ ഒരു സൈഡിലാണ്. ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തെല്ലാം നല്ല വയലൊക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ അച്ഛൻ നേരത്തെ അവിടെ എത്തി. ഞാൻ പിന്നെ വീഡിയോ എടുത്തെടുത്ത് മെല്ലെ ആയിരുന്നു നടന്നിരുന്നത് ഞാനും. പിന്നെ അമ്മക്ക് ഭാവിയുള്ളതുകൊണ്ട് മെല്ലെയൊക്കെ നടക്കാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടു. ശരിക്കും ഈ ഒരു പാമ്പാടി ആലിൻ ക്ഷേത്രം വന്നത് ഈ ഒരു ആലിൻ്റെ ഈ ആലാണ് ഹിസ്റ്ററി ആയിട്ട് കേട്ടോ. ഈ ആലിൻ്റെ മുകളിൽ പാമ്പ് വന്നിട്ടുള്ള ഒരു കഥ ഉണ്ട്. ആ കഥയൊക്കെ എനിക്ക് അത്യാവശ്യം അറിയാം, എന്നാലും എനിക്കത് പറയാൻ ഇതിൽ പറഞ്ഞിട്ട് ബോറടിപ്പിക്കണം എൻ്റെ വ്ളോഗിൽ. അപ്പോൾ ഇതാണ് ആ ഹിസ്റ്ററി ആയിട്ടുള്ള ആ ഒരു ആൽമരത്തിൻ്റെ ചോട്ടിലുള്ള ആ ഒരു അതിലാണ് പാമ്പിൻ്റെ ഫസ്റ്റ് സംഭവം ഉണ്ടായത് കേട്ടോ. പിന്നെയാണ് അവിടെ അമ്പലം വന്നത്. പിന്നെ ഞങ്ങൾ പുറപ്പെട്ടു ഗൈസ്. അപ്പോൾ നല്ല കാലാവസ്ഥ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറി തന്നിട്ടുണ്ട്. നല്ല മഴയായിരുന്നു കേട്ടോ ആ സമയം വരെ. ഇപ്പം നോക്കിയിട്ട് നല്ല ഒരു കാലാവസ്ഥയായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ ഈ വ്ളോഗ് നല്ല ഷെയ്ക്കൊന്നും ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവായിരിക്കും അല്ലേ. നിങ്ങൾ ബാക്കിയുള്ള വ്ളോഗൊക്കെ ഭയങ്കര ഷെയ്ക്കായിട്ടാണ് കണ്ടത്. അപ്പോൾ ഇത് കുറച്ച് ഷെയ്ക്കൊക്കെ കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ എടുക്കലും ഒക്കെ ബെറ്ററായി എന്ന് നിങ്ങളാണ് പറയേണ്ടത്. എങ്ങനെയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോന്ന് ഇത്രയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. ബൈ.